മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനനെ വല്യപ്പച്ചൻ വിളിക്കുന്നു. മോളെ എന്താ അവിടുത്തെ വിശേഷം എന്നൊക്കെ ചോദിക്കും. പറയും ഇന്ന് കേണൽ ഭയങ്കര കുടിയായിരുന്നു, പതിവിലും കൂടുതൽ കുടിച്ചു എന്ന് പറയും. അപ്പം എന്താ കാരണം എന്ന് ചോദിക്കും. നീ അവനായിട്ട് വഴക്കിട്ടോന്ന് ചോദിക്കും. ഞാനൊന്നും വഴക്കിട്ടിട്ടില്ല, പിന്നെന്താ ഇന്ന് പുറത്തൊന്നും പോയില്ല എന്നൊക്കെ പറയും. അപ്പം എന്താന്ന് ചോദിക്കുമ്പോൾ ഇന്നിവിടെ ഒരു സ്ത്രീയും ഡെൽന മോളും വന്നിരുന്നു എന്ന് പറയും. അപ്പോൾ ആഹാ അത് റീത്താമ്മയാണോന്ന് ചോദിക്കും. അതേന്ന് പറയും. അത് എൽസാമരെ ചേച്ചിന്ന് പറയും. അവൾക്ക് കഴുത്തിന് ചുറ്റും നാവാണ്. അവൾ നാവിട്ടടിച്ചിട്ടുണ്ടാവും. അവളെ മുന്നിൽ അവൻ തോറ്റു പോകുള്ളൂ. അതെന്താ വല്യപ്പച്ച, പപ്പയും പപ്പയുടെ ഭാര്യയും മക്കളല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത്, അതിന് അവൾ സമ്മതിക്കില്ല. അവൾക്ക് ഇവൻ്റെ പണം കിട്ടുന്നുണ്ടല്ലോ, അത് അവളാണ് തിന്നണത്. അതിന് കാര്യം ആ പിള്ളേർക്കും അവളിന് കാര്യം. അപ്പോൾ പപ്പയുടെ കൂടെ നിൽക്കേണ്ടത് ഭാര്യയല്ലേ, അവരെ തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിക്കില്ല മോളെ. അവൾ പറയുന്നിടത്ത്, റീത്ത പറയുന്നിടത്തുനിന്ന് അവൾ നിൽക്കുള്ളൂ, എൽസാമ്മ നിൽക്കുള്ളൂ. അതിന് കാര്യം. ഞാനപ്പോൾ ഇവിടുന്ന് പോകാം വല്യപ്പച്ചാന്ന് പറയും. നിന്നായിട്ട് അവൾ വഴക്കുണ്ടാക്കിയെന്ന് വയ്ക്കും. എന്നോട് 90 ദിവസത്തിനുള്ളിൽ പോകണം ഇവിടുന്ന് ഓടിക്കുന്നെന്ന് പറഞ്ഞേക്കണത്. മാത്രമല്ല ഇപ്പോൾ പോയാലും ആൾക്കാരെയും കൂട്ടി വരും എന്ന് പറയും. പിന്നെ അവളല്ലേ തീരുമാനിക്കുന്നത്. എന്തായാലും എല്ലാം കലങ്ങി തെളിയട്ടെ, നീ അതൊന്നും ആലോചിക്കൊന്നും വേണ്ട. ഇവിടെ ഉണ്ട് ചെറിയ പ്രശ്നങ്ങൾ, നിന്നെ അവിടെ താമസിപ്പിച്ചതിന്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അതൊന്നും നീ അന്വേഷിക്കേണ്ട, നീ ഇപ്പോൾ തൽക്കാലം മനസ്സമാധാനത്തോടെ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ ലീനനെ സമാധാനിപ്പിക്കും. ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ടാണ് പിരിയുന്നത്. പിന്നീട് ബബിത കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അമലിൻ്റെ ഫോണിലേക്ക് ഒരുപാട് തവണ മിസ് കോള്, വാട്സപ്പ് കോൾ വിളിച്ചതിൻ്റെ ഇതിന് കാണിക്കുന്നത് 10ഉം 20ഉം തവണയൊക്കെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. ലാസ്റ്റത്തെ ഇതിൽ അവനെടുത്തു. അപ്പോൾ എന്താ ഇങ്ങനെ ഫോൺ എടുക്കാതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിനി നിന്നെയായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല, നിൻ്റെ വീട്ടിലെ ജോലിക്കാരിയുടെ തല്ലും കൊള്ളാൻ പറ്റില്ല. നീ കണ്ടു നിൽക്കല്ലായിരുന്നു സിറ്റ് ഔട്ടിൽ അവൾ എന്നെ ഓടിച്ചിട്ട് തല്ലിയത്, എന്തൊരു അടിയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ചൂല് കണ്ടാൽ പോലും എനിക്ക് പേടിന്. അതുകൊണ്ട് ഇനി ഞാനൊന്നിനും ഇല്ല, എന്നെ വിട്ടേക്കെന്ന് പറയുന്നത്. മനഃപൂർവ്വം ബബിതനെ ഒഴിവാക്കണ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എടാ അതല്ല അലീന ചേച്ചി എന്ന് പറയുമ്പോൾ നിർത്ത്, നീ എന്താ പറഞ്ഞു വരുന്നത്? ആരെന്ന്? അലീന ചേച്ചിയോ? അത് ശരി, ഇപ്പം നിങ്ങൾ ഒന്നായല്ലേ? നീ അവളെ പറ്റി എന്നോട് എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എത്ര മോശമായിട്ട് നീ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ നീ ഇപ്പോൾ അവളും നീ ഒറ്റക്കെട്ടായല്ലേ അലീന ചേച്ചി. ഇനി എനിക്ക് നിന്നോട് ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിന്നായിട്ടുള്ള ഒരു ബന്ധത്തിന് ഞാൻ തയ്യാറുമല്ല. ബ്രേക്കപ്പ് എന്നെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞ് അവൻ ഫോൺ വയ്ക്കും. എത്ര പറഞ്ഞ് കാല് പിടിച്ചിട്ടും ബബിത കാല് പിടിച്ചിട്ടും അമൽ സമ്മതിക്കില്ല. മനഃപൂർവ്വം ബബിതനെ ഒഴിവാക്കണ പോലെയായിരുന്നു. അപ്പോൾ റാസ്കൽ, തെണ്ടി, പട്ടി, നായ, അവന് പേടിത്തൂറൻ, അവൻ എൻ്റെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ബബിത ഫോൺ വലിച്ചെറിയണേ. പിന്നെ പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത്, അപ്പോൾ നമ്മുടെ കൃഷ്ണ മോളോട് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് പ്രണയം. അപ്പോൾ അത് പറയാൻ വേണ്ടി ചേട്ടനെയും കൊണ്ടുവരും. എന്നിട്ടത് പറയാൻ നോക്കും. പക്ഷേ അത് 4 ആക്കി മടക്കി പോക്കറ്റിൽ വെച്ച് കൊടുക്കും കൃഷ്ണമോള്. നല്ല ധൈര്യത്തോടെയും തൻ്റെ ഇടത്തോടെയും പഠിക്കാനെന്ന് പറഞ്ഞത്. പേടിത്തൂർന്നായ ആ ചെക്കൻ വേഗം വാലും ചുരുട്ടി പോകുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് പിറ്റേ ദിവസം തന്നെ രാവിലെ നമ്മുടെ കേണൽ നടക്കാൻ പോയിട്ട് വരുന്നു. അപ്പോൾ ആൻ്റപ്പൻ സംസാരിക്കുന്നുണ്ട്. അലീന എഴുന്നേറ്റില്ലേന്ന് ചോദിച്ചപ്പോൾ എഴുന്നേറ്റു എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല എന്ന് പറയും. ശരി ആൻ്റപ്പ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്ക്, ഞാൻ ഫ്രഷായി പോരാന്ന് പറയും. അങ്ങനെ ആൻ്റപ്പൻ പൗലോസൊക്കെ കൂടി ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, അലീനയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞത്. എന്താ വേണ്ടാത്ത? ഇന്ന് ഉപവാസമാണെന്ന് പറഞ്ഞു. ഉപവാസമോ? ഇന്ന് ഫ്രൈഡേ ആണോ? ഇന്ന് ആരെങ്കിലും ഓർമ്മ ദിവസമാണോ? ഇന്ന് ഏതെങ്കിലും പുണ്യാളന്മാരുടെ ദിവസമാണോ? പിന്നെന്താ അങ്ങനെയെന്ന് ചോദിക്കും. അറിയില്ല, വേണ്ട എന്ന് പറഞ്ഞു. എന്നോടും പറഞ്ഞ് എനിക്കായിട്ട് ഭക്ഷണം ഉണ്ടാക്കണ്ട, എനിക്കിന്ന് ഉപവാസമാണ് എന്ന് അലീന പറഞ്ഞു എന്ന് പറയും. ആണോ? പിന്നെ നിന്നോടൊരു കാര്യം പറയാനുള്ളത്, അവൾ നല്ല കുട്ടീനെ, അവൾ അങ്ങനെ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഒരാളുടെ മെക്കെട്ട് കയറില്ല എന്ന് എനിക്കറിയാം. ഞാൻ അവളുടെ മുന്നിൽ വെച്ച് നിന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അലീനനായിട്ട് നീ അലീനനെ ഭരിക്കാനും അപമാനിക്കാനൊന്നും നീ ചെല്ലരുത്. അറിയാലോ, അവൾ എൻ്റെ മോളാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഒന്നിനും അങ്ങോട്ട് ചെന്നതല്ല, എൻ്റെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ്. നീ ചെയ്യുന്ന തെറ്റൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിൻ്റെ ഭാഗത്ത് ഞാൻ നിന്നെന്ന് വിചാരിച്ചിട്ട് നീ നന്ദികേട് കാണിക്കരുത് എന്നൊക്കെ പറയുന്നത്. ഇല്ല കേണൽ സാബേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ അലീനോടുള്ള നിൻ്റെ പെരുമാറ്റം വളരെ മോശമാണ്, അതെനിക്ക് മനസ്സിലായി. അതാണ് പറഞ്ഞത്, ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവൾ എൻ്റെ മകളാണ്, അവൾ ഈ വീട്ടിലെ, അവൾ പറയുന്നതാണ് ശരിക്കും നീ കേൾക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അലീനനെ പറ്റി ഒരുപാട് ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട് സ്റ്റാൻലി ആൻ്റപ്പനോടും. അതുപോലെ തന്നെ
പൗലോസിനോടും. അപ്പോൾ പൗലോസിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ക്ഷമിച്ചും സഹിച്ച് കേട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.